കണ്ണമ്പ്രയിൽ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമവും നടത്തി. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു സംഗമത്തിന്റെയും ഉദ്ഘാടനം MLA PP സുമോദ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KR മുരളി, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയന്തി പ്രകാശൻ, P സോമസുന്ദരൻ, ഡോക്ടർമാരായ അനുജ, രമേശ്, ബിന്ദു, വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികളായ MK സുരേന്ദ്രൻ, M കൃഷ്ണദാസ്, കേരകേസരി C ഭവദാസ്, ബാലമുരളി, HI സീമ, പാലിയേറ്റീവ് നഴ്സ് ബിൻസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അതുപോലെ തന്നെ മറ്റു പരിസര വിഭാഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പാലിയേറ്റീവ് ഡേ നടത്താനായിട്ട് വളരെയധികം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു നിമിഷം തന്നെ നമ്മളെല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ ആരോഗ്യവകുപ്പ് 21-ാം തീയതി വരെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളാർന്ന പ്രോഗ്രാമുകൾ പാലിയേറ്റീവ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരികയാണ്. പുതിയ കാലത്ത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് താഴെ തലത്തിൽ വാർഡ് വരെ നമ്മുടെ നാട്ടിലെ കിടപ്പു രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്കും അവരുടെ വീട്ടാംഗങ്ങൾക്കുമെല്ലാം കുറച്ചുകൂടി സാന്ത്വനം പകരുന്ന, കരുത്ത് പകരുന്ന നിലയിലേക്കുള്ള സഹായഹസ്തങ്ങൾ വളരെ കൃത്യമായി ഉറപ്പുവരുത്തുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പാലിയേറ്റീവ് എന്ന വാക്ക് തന്നെ, അതിലെ പാലിയം എന്ന വാക്ക് തന്നെ ഒരു ലാറ്റിൻ പദമാണ്. പുതപ്പ്, അതല്ലെങ്കിൽ ആവരണം എന്ന നിലയിൽ രോഗിക്ക് സാന്ത്വനമേകുന്ന, പുതപ്പാകുന്ന, ആവരണമാകുന്ന ഒരു സാധ്യതയാണ് ലോകത്താകമാനം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി പൊതുവിലും കഴിഞ്ഞൊരു 15 വർഷമായി പ്രത്യേകിച്ചും പാലിയേറ്റീവ് രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റുമെല്ലാം മുൻകൈ എടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി പാലിയേറ്റീവ് മേഖലയെ കാണുന്നുണ്ട്. ഇപ്പോൾ നവകേരളം കർമ്മ പദ്ധതിയുടെ 10 പ്രധാനപ്പെട്ട മേഖലകളിൽ ഒരു മേഖല എന്ന് പറയുന്നത് സാന്ത്വന പരിചരണമാണ്. സാന്ത്വനമേകാൻ സാധിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. എന്നാൽ അതിന് സമയം മാറ്റിവെക്കുക എന്നത് പ്രധാനമാണ്. അപ്പം അങ്ങനെ സമയം കണ്ടെത്താനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കാനും നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ക്ഷണിക്കുക എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും പാലിയേറ്റീവ് പ്രവർത്തകരും ആശാവർക്കർമാരും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ആകസ്മികമായ പ്രയാസങ്ങൾ വരാം. ഇപ്പോൾ ജന്മന രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. ആക്സിഡൻറ്റ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുള്ള അപകടങ്ങളിൽ പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. വാർദ്ധക്യ സഹജമായ കാര്യങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. മാരകമായ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കുറച്ചുകൂടി അത് സങ്കീർണമായി അസുഖങ്ങൾ പിടിപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടവരായി നാം കരുതേണ്ട നമ്മുടെ സഹജീവികളോട് കരുണയുടെ, ആർദ്രതയുടെ, ചേർത്തുപിടിക്കലിൻ്റെ ഏറ്റവും മാനവികമായ ഒരു ഉദാത്തമായ മാതൃകയാണ് ഇത്തരം സംഗമങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ, വേദിയിലുള്ള വ്യക്തികളെ, സദസ്സിലെ